നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂലൈ മാസം 3-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ വടക്കൻ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ബുധനാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, വെള്ളിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, ശനിയാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് വീണ്ടും നിലയ്ക്കാതെ തടസ്സങ്ങളില്ലാതെ സുഗമമായിട്ട് ലഭിക്കണമെങ്കിൽ എല്ലാ LPG ഉപയോക്താക്കളും തീർച്ചയായിട്ടും ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കണം. അതായത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ബയോമെട്രിക് KYC പൂർത്തീകരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യൻ, ഭാരത്, അതുപോലെ തന്നെ HP ഗ്യാസ് എന്നിവിടങ്ങളിലും ഇക്കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടാകാം. ഇനി അത് മാത്രമല്ല, സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന ആളുകളെ പ്രഖ്യാപിക്കാനിടയുണ്ട്. അത്തരം സാഹചര്യത്തിൽ പോലും ഒരുപക്ഷെ ഇവർക്ക് സബ്സിഡി തടസ്സപ്പെടാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ലോട്ടറി ഏജന്റുമാർക്ക് 5000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. ഇതിലേക്കുള്ള അപേക്ഷകൾ ജൂലൈ മാസം 30-ാം തീയതിക്ക് മുൻപായിട്ട് സമർപ്പിക്കണം. ഭിന്നശേഷി കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമുള്ള രേഖകൾ സഹിതം ക്ഷേമ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്ക് തപാലിൽ അയച്ചാണ് ഇത് സമർപ്പിക്കേണ്ടത്. 5000 രൂപ വീതമാണ് ധനസഹായമായിട്ട് ലഭിക്കുക. ഇതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ധനസഹായമാണ് ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കി വരുന്നത്. 25,000 രൂപയായിരുന്നു ഇതിനായിട്ട് ധനസഹായമായിട്ട് നൽകിയിരുന്നത്. ഈ ജൂലൈ മാസം 31-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. 40% മുകളിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഈ ധനസഹായത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞു കിടക്കും. ഈ മാസം 6 മുതൽ 9 വരെയുള്ള തീയതികളിലാണ് റേഷൻ കടകൾ അടഞ്ഞു കിടക്കുക. 2 അവധി ദിവസങ്ങളും റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ കടയടപ്പ് സമരവുമാണ് 4 ദിവസം തുടർച്ചയായിട്ട് അടഞ്ഞു കിടക്കാൻ ഇടയാക്കുന്നത്. 14,000-ഓളം റേഷൻ കടകൾ ഈ 4 ദിവസം പ്രവർത്തിക്കില്ല. റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ച് റേഷൻ കട ഉടമകളുടെ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. ജൂലൈ 8, 9 തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിടാനാണ് തീരുമാനം. സർക്കാർ റേഷൻ മേഖലയോട് അവഗണന അവസാനിപ്പിക്കുക, 2018-ലെ റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുക, കിറ്റിൻ്റെ കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെ എല്ലാ വ്യാപാരികൾക്കും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കടകളുടെ സമരം. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂലൈ മാസാരംഭത്തിൽ മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച ജൂലൈ 2-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 10 രൂപയും പവന് 80 രൂപയുമാണ് വർദ്ധിച്ചത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,635 രൂപയിലും പവന് 53,080 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.